രജനീഷ് കണ്ണൂർക്കാരൻ. കണ്ണൂരിന്ന് വരുന്നോണ്ട് കണ്ണൂർക്കാരൻ ഇട്ടതാണോ? കണ്ണൂരിന്ന് വരുന്നതുകൊണ്ട് മാത്രമല്ല, കണ്ണൂർ ഭാഷയെ കുറിച്ചിട്ട് ഞാൻ അത്യാവശ്യം കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ മോശമല്ലാത്ത തരത്തിൽ വൈറലായിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും തന്നൊരു പേരാണ് കണ്ണൂർക്കാരൻ. കണ്ണൂർ ഭാഷയെ കുറിച്ച് പറയുമ്പോൾ മലയാളം നിഘണ്ടുവിൽ പോലും ഇല്ലാത്ത ഒരുപാട് വാക്കുകൾ നമുക്ക് സ്വന്തമായിട്ടുണ്ട്. ബങ്ങക്കല്ലും വളഞ്ഞറും ബണ്ണീറ്റാമ്പൂവനും, കയ്യിലും കുയ്യലും കറിവേപ്പില ചപ്പു. ഇതൊക്കെ എന്താ പറയാ, നമ്മുടെ കണ്ണൂരിന്റെ ഒരു തനത് വാക്കുകളാണ്. അപ്പൊ മറ്റത് പറഞ്ഞോ അല്ല, അതുപോലെ ഒരുപാടുണ്ട്. കീഞ്ഞോ, പാഞ്ഞോ, കേര്, ഊര്, ബൂ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ണൂരിന് സ്വന്തമായിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വാക്കുകൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നതും അത്തരത്തിലുള്ള ചെറിയൊരു സംഭവമാണ്. കണ്ണൂർ ഭാഷയെ ആസ്പദമാക്കിയിട്ട് ചെയ്യാൻ പോകുന്നതാണ്. നമ്മൾ ഈ പണ്ടൊക്കെ റേഡിയോ നാടകങ്ങളൊക്കെ കേൾക്കും. ഈ റേഡിയോ നാടകം ആകാശവാണി ഒരുക്കിയ ഈ റേഡിയോ നാടകം കണ്ണൂർ നിലയം സംപ്രേഷണം ചെയ്യുകയാണ്. ഈ നാടകത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കണ്ണൂർ ഭാഷയിലാണ് ഈ നാടകം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ നാടകത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് കുറച്ച് സിനിമാ താരങ്ങളാണ്. നമ്മൾ ഏതൊക്കെ സ്റ്റാറിന്റെ വോയിസ് ആണ് എങ്ങനെ അറിയാം? ആദ്യമേ ഇൻട്രൊഡക്ഷൻ പറയണ്ടോ? ഇല്ല, അത് പറയുന്നില്ല. അത് സ്ക്രീനിൽ വരും. നമ്മൾ റേഡിയോ ട്യൂൺ ചെയ്ത് ഇരുന്നാ മതി. ബാക്കി കഥയും പരിപാടിയൊക്കെ നടന്നോളൂ. ശരി, അപ്പൊ സ്റ്റേഷനിലേക്ക് പോക്കോ. ഞങ്ങളുടെ റേഡിയോ സ്റ്റേഷൻ ഓൺ ആക്കിയേക്കാം. ആകാശവാണി കണ്ണൂർ നിലയം നാടകം മംഗലംപുള്ളി. ശബ്ദം നൽകിയവർ ദുൽഖർ സൽമാൻ, ശശി കല്ലിക, കവിയൂർ പൊന്നമ്മ, ഭീമൻ രഘു, ശങ്കരാടി, കോട്ടയം പ്രദീപ്, ജനാർദ്ദനൻ. നാടകം മംഗലംപുള്ളി ആരംഭിക്കുന്നു. കേട്ടട്ടാ ഈടുത്തെ ആളല്ലേടി അപ്പൊ പോയിന്. കേട്ടട്ടാ എല്ലപ്പ ഇതാരാന്ന്? നീ എന്നാടാ ഈ ഭാഗത്തല്ലോ? കേട്ടട്ടാ, ഞാൻ പെങ്ങളെ മംഗലം വിളിക്കാൻ വന്നയാ. എടുത്തു പൊന്നെ വെച്ച് എടുത്തു. ഞാൻ ഇവിടെ ഉണ്ടപ്പ. ഇന്നലെ മോന്തിക്ക് ബയ്യപ്പുറത്ത് മിറ്റത്തൊന്ന് പകുതി വീണുട്ടു. ഇപ്പാങ്കില് വല്ലാത്ത ബേനിയും ബീക്കോ. എന്തിനാ പൊന്നെ വെച്ച് നിങ്ങൾ മോന്തിക്കല്ല മിറ്റത്ത് ചെയ്യാന്നെന്തിന്? ഇന്നലെ വൈകിട്ട് പണിയും വയ്യാക്കി വരുമ്പോ ലേശം കാത്ത് വാങ്ങി. കാത്ത് അതൊന്ന് പൊയ്യാൻ പറഞ്ഞ ഈ കുരുപ്പ് കാലത്തിയോട്. കാത്ത് പൊയ്യുമ്പോ കരിയാമ്പില ചപ്പ് ഇടണ്ടേ മോനെ? വളപ്പില് ലേശം കരിയാമ്പില പൊട്ടിക്കാൻ പോകുമ്പോ മിറ്റത്തുനിന്ന് പകുതി വീണുട്ടിയാന്ന്. ലേശം കരിയാമ്പില ചപ്പ്, ലേശം തേങ്ങ, ഇതെല്ലാം ഇട്ടിട്ട് കാത്ത് പൊയ്യ നല്ല ഗുണമുണ്ടാവും. കാത്തിന്റെ കാര്യം പറഞ്ഞുതരാം. ഇന്നാ മംഗലൊക്കെ തിന്നാ. അതെ, നിങ്ങളുടെ പെങ്ങളെ ബഹിരാകാശത്തേക്കാണോ കെട്ടിച്ചു വിടുന്നേ? ബഹിരാകാശ എന്നാ നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നേ? അല്ല, പയ്യന്റെ സ്ഥലപ്പേര് ചൊവ്വ എന്നാ കൊടുത്തിരിക്കുന്നേ. എടാ പ്രദീപ, ബഹിരാകാശത്തൊരു ചൊവ്വയല്ലേ ഉള്ളൂ. നമ്മുടെ കണ്ണൂരെ ചൊവ്വ 3, താഴെ ചൊവ്വ, മേലെ ചൊവ്വ, എടച്ചൊവ്വ. അതെ, എന്തായാലും എല്ലാവരും മംഗലത്തിന് വരണം. തലേന്നേ വരണം. പിന്നെ ഇവരെയും കൂട്ടിക്കോ. ഇനി എനിക്ക് ആ കുഞ്ഞമ്പൂണ്ടടിക്കും കൂടി മംഗലം പറയാനുണ്ട്. പറഞ്ഞ പോലെ എല്ലാവരും മംഗലത്തിന് വരിക. രജനീഷ് കണ്ണൂർക്കാരൻ. അല്ല, എനിക്ക് 1-2 സാധനം മാത്രം എനിക്ക് കൺഫ്യൂഷൻ. കാത്തെന്ന് പറയുന്ന സാധനം കാച്ചിൽ, കിഴങ്ങ് വർഗത്തിലുള്ള കാച്ചിലില്ലേ? കാച്ചിലാണ് കാത്തെന്ന് പറയുന്നത്. കാത്ത്, അതെ. കറിവേപ്പില ചപ്പ്, കറിവേപ്പില. അതിന് നമ്മള് എന്താ പറയാ, കരിയാമ്പില എന്ന് പറയും. കരിയാമ്പില, അതിന്റെ കൂടെ ചപ്പും ചേരും. കരിയാമ്പില ചപ്പ്. എന്റെ അമ്മ കന്നഡയിലൊക്കെ തെറി പറയുന്ന പോലെ ഉണ്ടല്ലോ ഇത് കേൾക്കുമ്പോ. നമ്മുടെ ഈ വെണ്ണക്കല്ലില്ലേ, അതിന് ബങ്ങക്കല്ല് എന്ന് പറയും. ബങ്ങക്കല്ല്. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ ആ പാട്ട് ബങ്ങക്കല്ലിൽ മുങ്ങിത്തപ്പി അങ്ങനെ പാടുമോ? അവിടുത്തെ സ്റ്റേഷനിൽ പാട്ട് വെക്കുന്നത് അങ്ങനെ ഇരിക്കോ? സ്റ്റേഷനിൽ പാട്ട് വെക്കുന്നില്ല. ഇപ്പം കണ്ണൂരിന് പുറത്തുള്ള ഒരാള് കണ്ണൂരിൽ വന്നിട്ട് കണ്ണൂർ കോട്ട കാണാൻ വരുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ ആ പുള്ളിക്കാരൻ കണ്ണൂര് നമ്മുടെ ഇപ്പം തെക്കോട്ടുനിന്നൊക്കെ വരുന്നതാണെങ്കിൽ കണ്ണൂർ എൻട്രി ചെയ്യുന്നത് ചാല എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പൊ ഈ ചാലയിൽ എത്തിയിട്ട് ഒരു കണ്ണൂർക്കാരനോട് കോട്ടയിലേക്കുള്ള വഴി ചോദിക്കുന്ന ഒരു രംഗം, അതൊരു പാട്ടായിട്ട് പാടാം.
എനിക്കൊന്ന് പോകണം കണ്ണൂർ കോട്ടയില്, ചേട്ടോ കണ്ണൂർ കോട്ടയില്, നിങ്ങളുടെ കണ്ണൂർ കോട്ടയില്. അപ്പോ കണ്ണൂർക്കാരൻ അതിന് മറുപടി പറഞ്ഞു കൊടുക്കും. അയിനെന്നാപ്പാ ചോദിച്ചാ പോരെ ഞാൻ പറഞ്ഞേരൂലേ, ചങ്ങായി ഞാൻ പറഞ്ഞേരൂലേ, ഇങ്ങക്ക് ഞാൻ പറഞ്ഞേരൂലേ. ചാലയിൽ നിന്ന് എങ്ങനെ പോകാം കണ്ണൂർ കോട്ടയില്, നിങ്ങളുടെ കണ്ണൂർ കോട്ടയില്, നിങ്ങളുടെ കണ്ണൂർ കോട്ടയില്. ചാലക്കുന്ന് നേരെ വിട്ട ചൊവ്വേലെത്വപ്പ, ഇങ്ങളി ചൊവ്വക്കത്വപ്പ, നമ്മളെ ചൊവ്വേലെത്വപ്പ. ബഹിരാകാശം വഴിയോ ചേട്ടാ കോട്ടയിൽ പോകണത്, കണ്ണൂർ കോട്ടയിൽ പോകണത്, കണ്ണൂർ കോട്ടയിൽ പോകണത്. ചൊവ്വാന്നുള്ളത് കണ്ണൂരുള്ളൊരു നാടിന്റെ പേരാ, നമ്മളെ നാടിന്റെ പേരാ, നമ്മളെ നാടിന്റെ പേരാ. ഇങ്ങനെ ഒരു പാട്ട്. അടിപൊളി. മിമിക്രി മാത്രമല്ല പാട്ടും പാടും എന്നുള്ളത് ഞങ്ങക്ക് മനസ്സിലായി ചെറുതായിട്ടൊന്ന്. എങ്ങനെയുണ്ടായിരുന്നു? ഈ ചേഞ്ച് ചെയ്തിരുന്നോ? ആദ്യം ഒന്ന് തപ്പി ഞാൻ റിലേഷൻ പറഞ്ഞപ്പോൾ എന്താണോ എന്തോ പറഞ്ഞ് ചോദിക്കാനൊക്കെ തുടങ്ങിയതാ. പിന്നെ രണ്ടാമതെല്ലാം വിശദീകരിച്ചിട്ട് തുടങ്ങി പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അതായിരുന്നു. പക്ഷേ എല്ലാ കഴിവുകളും ഉള്ള ഒരു കലാകാരനാണ് പാട്ടിൻ്റെ പാട്ട് അല്ലേ. സ്റ്റാൻഡ് ഈ പറഞ്ഞിട്ട് മോണാക്ട് പോലെ ഇപ്പോഴത്തെ ഒരു പുതിയ സംഭവമാണല്ലോ. ഇതാണ് ഈ സ്റ്റാൻഡ്, എന്താണ് സ്റ്റാൻഡപ്പ് കോമഡി. അതെ, ഞാനിപ്പോൾ വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇത് കണ്ടു. അപ്പോൾ എനിക്ക് തോന്നി സ്റ്റാൻഡപ്പ് കോമഡി എന്ന് പറയുന്ന വാക്ക് തന്നെ ഈ അടുത്ത കാലത്ത് ഉണ്ടായതാണ്. അപ്പൊ ഈ ഇതുകൊണ്ട് പറയുകയാണെങ്കിൽ സിറ്റ് ഡൗൺ കോമഡി എന്ന് പറയായിരിക്കും അല്ലേ. അതായത് ചില സ്കിറ്റുകളൊക്കെ പ്രോഗ്രാമിന് കളിക്കുമ്പോൾ നാട്ടുകാർ സ്റ്റാൻഡപ്പ് കോമഡി, ആൾക്കാർ എണീറ്റ് അതിനും പറയാറുണ്ട്. നമ്മൾ സ്റ്റേജിൽ സ്കിറ്റ് നമ്മൾ റണ്ണിങ് കോമഡി ആക്കാറുണ്ട് അവരെ. നന്നായിരുന്നു മോനെ, നന്നായിരുന്നു. ഓക്കെ, ശരി. അപ്പൊ പത്ര ചേട്ടാ എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു സ്റ്റേഷനും ലാസ്റ്റിലത്തെ ആ പാട്ടും എല്ലാം കൂടി ആയിട്ട്? രജനീഷ് നന്നായിരുന്നു, താങ്ക് യു ചേട്ടാ. നല്ല വെറൈറ്റി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഈ പറഞ്ഞ LED വാൾ ഇട്ടിട്ട് ഓരോ ക്യാരക്ടേഴ്സിനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമ്മളിലേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, രജിസ്റ്റർ ആവുന്നുണ്ട്. പിന്നെ ആകെ ഉള്ളത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തെ ഡയലോഗുകൾ, പ്രത്യേകിച്ച് ഈ കണ്ണൂർ ഭാഷ മനസ്സിലാക്കാനുള്ള ഒരു ചെറിയൊരു പ്രയാസം അവിടെ ഇവിടെ ചില വാക്കുകൾക്കുണ്ട്. അത് ചിലതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ് കറക്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കൊരു കാര്യം ഈ നാടകത്തിനകത്ത് കേട്ടപ്പോൾ തോന്നിയൊരു കാര്യമാണ്, കോട്ടയം പ്രദീപ് ചേട്ടൻ്റെ അടുത്ത് ചൊവ്വയിലാണോ എന്നൊരു സാധനം ചോദിക്കുന്നുണ്ട്. അത് ഞാൻ വിചാരിച്ചു അതെന്താ അങ്ങനെ എഴുതിയെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞപ്പോൾ രണ്ടാമത് പാട്ട് പാടിയില്ലേ, പാട്ട് പാടിയപ്പോഴാണ് മനസ്സിലായത് ചൊവ്വ എന്ന് പറഞ്ഞൊരു സ്ഥലം കണ്ണൂരുണ്ട്. ഉണ്ട്, നമുക്കറിയില്ല. നമുക്ക് നേരെ കോട്ടയത്ത് നിന്ന് ഇറങ്ങണോടാ പുറത്തേക്ക് വല്ലപ്പോഴൊക്കെ. അത് ശരി, കോട്ടയത്ത് കോട്ടയത്ത് ദേവലോകം വരെയുണ്ട്. പിന്നെ എന്തിനാ ഇറങ്ങുന്നത്? അതാണ്, പിന്നെ അല്ല, സൂപ്പർ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. ആദ്യം ആ സ്കിറ്റിൽ പറഞ്ഞ അത്രയും ഒരു കണ്ണൂർ ഭാഷയുടെ ഒരു തീവ്രത പാട്ടിലില്ലായിരുന്നു. പാട്ട് കുറെ കൂടെ സിമ്പിൾ ആയിരുന്നു, പെട്ടെന്ന് മനസ്സിലായി നമുക്ക്. അപ്പൊ നല്ലൊരു ഈ ഭാഷ വെച്ചിട്ടുള്ളൊരു ഒരു സംഭവം വന്നു. അതുപോലെ താരങ്ങൾ വന്നു, പറഞ്ഞ പോലെ തന്നെ ഒരു സ്പോട്ട് ഡബിന്റെ സ്വഭാവമുള്ള സംഗതി വന്നു. അങ്ങനെ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാക്കേജ് ആയിരുന്നു രജിഷിൻ്റെത്. ഞങ്ങൾ പണ്ട് എൻ്റെ ഒരു പാരഡി കാസറ്റിന് വേണ്ടിയിട്ട് സ്ലാങ് വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഈ കണ്ണൂർ സാധനം കിട്ടിയില്ലായിരുന്നു. മോനെ ഒരു കോപ്പിച്ചിട്ട് മാല് 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 സുരാംഗനിക മാല് കോഴിക്കോട്ട് വന്നാലനക്ക് ബായ്ക്ക് രുചിയായിട്ടിന്ന് കോഴി ബിരിയാണി തിന്ന് കൊയ്ത്ത് മെയ്ത്ത് പോരാം. പൈത്ത മാങ്ങ മുഴുവനോടെ പുഴുങ്ങിയെടുത്തനക്ക് തരാം. വായ്പ വാങ്ങിയ കാശുണ്ടെങ്കിൽ വായ്ക്ക വാങ്ങി തിന്നാം. സിനാനനി സിനാനനി സിനാന അയ്യന്തുട്ടണ്ട കന്നാലിയെ മൂരിക്കുട്ടിയെ നിന്നെ ഞാൻ മോന്ത കിട്ടാക്കീറിയ ഒരു കീറാക്കിറിഞ്ഞാൻ. ഈ തൃശ്ശൂർക്കൊന്ന് വന്നാൽ ഹൈ തൃശ്ശൂർ പൂരം കാണാൻ. പിന്നാളോ കാഴും മേളവും കണ്ട് താളവും തുള്ളി പൊക്കോളോ. സിനിമ സൂപ്പർ, കൊള്ളായിരുന്നു.